നമ്മുടെ കല്യാണക്കാര്യം അച്ഛനോട് പറഞ്ഞോ? എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് പേടിയാ. മോള് പറഞ്ഞോ അച്ഛനോട്? ഞാൻ പറഞ്ഞ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരണുണ്ടോ? വരുന്നുണ്ട്. അയ്യോ സമാധാനമായി. അതാ ചോദിച്ചോ ചുമ്മാ എന്താ ആ ഫോൺ ഒന്ന് മുഖത്തിന് നേരെ ഒന്ന് പിടിച്ചേ. അയ്യോ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ. ഇല്ലല്ല, ഒന്ന് പിടിച്ചേ. എനിക്ക് മുഖം കാണുന്നില്ല, ഒന്ന് പിടിച്ചേ. ഉമ്മ 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 ഉമ്മ. ഇനിയിപ്പോ എന്ന് പറഞ്ഞ എങ്ങനെ പപ്പ ഇവിടെ ഒന്ന് വന്ന് കിട്ടിയാൽ മതി. എങ്ങനെ വന്ന് എങ്ങനെ പരിചയപ്പെടുമെന്നുള്ളൊരു കേസ് കിട്ടാണ്. അച്ഛനോട് എങ്ങനെ പറയും? പപ്പ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പപ്പനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അച്ഛൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമെന്നറിയും. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യമുണ്ട്, നേരെ നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ പോയി ഒരു കൈ, അല്ല എന്റെ നേരത്തെ കൈയിടാൻ നിൽക്കില്ല കേട്ടല്ലോ. ഏത് നേരം പഴങ്കഞ്ഞി ഞമണിക്കൊണ്ടിരുന്നോണം. എന്തിനാണ് ഈ പഴങ്കഞ്ഞി ഞമണിക്കണം? അച്ഛന്റെ മനോവിഷമം കൊണ്ടാണ് അച്ഛൻ പഴങ്കഞ്ഞി ഒഴുകുന്നത്. മനോവിഷമോ? എന്തിന്? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ വിളിച്ച കാര്യം പറ. അതെ അച്ഛൻ, ഞാൻ ജോത്സ്യം കണ്ടായിരുന്നു. എന്തിന്? ഈ വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോകും. എന്തോന്ന് മംഗളകർമ്മം? ഒരു പെണ്ണ് വരാൻ പോകുന്ന ഒരു കല്യാണം. എത്ര നാളെന്ന് പറഞ്ഞ അച്ഛൻ എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കും. അത് ശരിയാ. അതുകൊണ്ട് ഏതായാലും ഇവിടെ ഒരു പെണ്ണ് വേണം. ഞാനിത് മുൻകൈ എടുത്ത് നടത്തുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിനക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. പിന്നെ അവസാനം കാര്യത്തോട് എടുക്കുമ്പോൾ എല്ലായിടത്തൊന്നും വിഷമൊന്നും പറയില്ലേ? ഇല്ല എനിക്ക് സമ്മതം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, വലിയ ആർഭാടമൊന്നും വേണ്ട. നമ്മുടെ കുടുംബ അമ്പലത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് താലി കെട്ടാം. എങ്ങനെ? കുടുംബ അമ്പലത്തിൽ വെച്ചേ? ഒരു കുടുംബാമ്പലം വേണ്ട, നമ്മൾ നാലാളറിയ അടിപൊളിയായിട്ട് ഈ കല്യാണം നടത്തും. ഗാനമേള ഉണ്ടാവും. നീ എനിക്ക് എന്റെ മോൻ തന്നെടാ നീ. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മള് എന്റെ പപ്പ റിച്ചാണ്. ഇത്രയും പൊണ്ണത്തടിയനായിട്ട് ഞാൻ തന്നെ വളർത്തി, ലോറി ഓടിച്ചാണ് ഞാൻ തന്നെ വളർത്തിയത്. സത്യം പറയടാ, ആടാ റിച്ചാർഡ്? എന്റെ അച്ഛൻ റിച്ചാർഡ് ആണെന്ന് പറഞ്ഞത്? എന്റെ അച്ഛൻ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അച്ഛൻ മോഡലാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഈ ഷാക്കി നിൽക്കിട്ട് ഞാൻ ഇനി ഏത് കമ്പനിയുടെ മോഡൽ ആവാനാടാ? അകത്ത് ഞാൻ വേറെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, അത് പോയി ഇട്ടുണ്ട് ഇങ്ങോട്ട് വാ. നമ്മള് പണക്കാരാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അതാണ്. അപ്പൊ അവര് നമ്മളെ കാണാൻ വരുമ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പറയണ്ടേടാ. ഇംഗ്ലീഷ് വേണം, കീച്ചിക്ക വരണം. ഓ അടിപൊളി. ഇനി വേറെ സംഭവം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റിവേഴ്സ്, വേറെ വല്ലതും ഉണ്ടായിരുന്നു? മതി, വിജയിച്ചിരിക്കണം. അല്ല ഇപ്പൊ നമ്മളെ ഞാൻ ഈ മധുവിന്റെ അടുത്ത് ബ്രോക്കർ മധുവിന്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വേണ്ട നമുക്ക്. ഇത് ഞാൻ വേറെ ആളെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുന്നു, പ്ലാൻ ചെയ്യുന്നു, കല്യാണം നടത്തുന്നു. നിനക്ക് ഇങ്ങനത്തെ ടീമായിട്ട് കമ്പനി ഉണ്ടല്ലേ മോനെ? അച്ഛന്റെ മോനല്ലേ. ഞാൻ പോയി സെറ്റായിട്ട് വരാം. എങ്ങനെ ഇനിയിപ്പോ പപ്പ വരുമ്പോ ഓടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. ഷെയ്ക്കാൻ്റെ കൊടുത്താല എങ്ങനെ ചെയ്യും? ഹായ്, ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരമാ? അപസ്മാരം. ആർക്കച്ഛനാ? അതല്ല, നമസ്കാരം. ഒന്ന് ടെൻഷൻ കൊണ്ടാണല്ലേ? എനിക്ക് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ല. മീനൂട്ടിയുടെ അതെ പപ്പ. മീനൂട്ടിയുടെ പപ്പയല്ലേ? എനിക്ക് വയ്യ പപ്പ. എന്താണ് ഇത്? എന്റെ കല്യാണക്കാര്യം ഞാൻ പപ്പയുടെ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ശരി, നീ പറഞ്ഞിട്ടില്ല. എടാ, എന്റെ മോള് നിന്നെ പ്രേമിക്കുന്ന കാര്യം അവൾ എന്റെ അടുത്ത് പറഞ്ഞല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് പപ്പ പറഞ്ഞൊന്ന് മനസ്സിലാക്കി തരണം എനിക്ക്. അതൊക്കെ ഞാൻ പറയാൻ മനസ്സിലാക്കി തന്നോ? നീ നിന്റെ കാർന്നോം വരെ വിളിക്കാം. ഞാൻ വിളിക്കാം. ഇതെന്താ കയറും കൊണ്ട് വന്നിരിക്കുന്നത്? എന്താ കയറെന്നാ? എടാ, എന്റെ മോള് നിന്നെ കെട്ടത്തോളെന്ന് പറഞ്ഞ് തൂങ്ങിച്ചാകാൻ വേണ്ടി പോയപ്പോ അത് അറുത്തിട്ടുണ്ട്, ബാക്കി കയറുവാട്ട് ഞാൻ ഇവിടെ വന്നാ നിന്നെ കെട്ടിക്കൊണ്ട് പോകത്തുള്ളെന്ന് പറഞ്ഞാൽ നീ നിന്റെ വീട്ടുകാരെല്ലാരും എനിക്ക് അവരുമായിട്ട് സംസാരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പപ്പ നിർത്തിക്കാൻ ഒരു വാട്സപ്പ് നോട്ട് ഇട്ടാവും, ഞാൻ അവന്റെ സമാധാനത്തോടെ ഇരുന്ന് കേട്ടോളാം. പറയാൻ പറഞ്ഞിരിക്കണം. അച്ഛനെ ഞാൻ വിളിക്കട്ടെ. ഇപ്പൊ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. ഞാനേ കടയിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചിട്ട് വരാം. വേഗം വാട്ടാ. ഒന്ന് വളർത്തി കറക്കി എടുത്ത് തരണം എന്റെ അടുത്തേക്ക്. ഉണ്ട്. എന്ത്? കഴിക്കോലെണ്ണയില്ലേ? കഴിക്കോലെണ്ണയല്ല, പെണ്ണ് വീട്ടിൽ നിന്ന് വന്നപ്പോ പറഞ്ഞായിരുന്നു ചെറുക്കന്റെ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. ഇംഗ്ലീഷ്. അയ്യോ ശരി. അല്ല, എനിക്ക് തീരെ താല്പര്യമില്ല. മോനാണ് ഭയങ്കര താല്പര്യം. അവന്റെ താല്പര്യം ഞാൻ കണ്ട. അവന് നിലത്ത് നിൽക്കാൻ വയ്യ, കെട്ടിച്ചേ അവൻ അടങ്ങുള്ളൂ. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർക്ക് എല്ലാം സമ്മതമാണോ? പെണ്ണിന്റെ വീട്ടുകാർക്ക് സമ്മതമാണെന്ന് പറഞ്ഞാല് പെണ്ണിനൊരു ഡിമാൻഡ് ഉണ്ട്. സംഗീത കുടുംബത്തിൽ നിന്നാകുമ്പോഴത്തേന് കിട്ടുന്ന ചെറുക്കൻ പാട്ട് പാടുമെങ്കിൽ അത്രയും സന്തോഷം. ഓഹോ, എന്തോ ഇത്? അയ്യോ,
അപ്പൻ വളർത്തുന്ന കണ്ണി മാനേ. പാടുവല്ലേ? സംഗീത ഫാമിലി അല്ലേ? അത് ശരി, മോൻ പാടുവോ? മോൻ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കനവിൽ പൂക്കും പുണ്യമല്ലോ നീ. ആഹാ ആഹാ ലാ 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 ലാ. കയറ്റി വെച്ചേക്കായിരുന്നു. കൊണ്ടങ്ങ് താത്തിയല്ല, സമാധാനമായ. അതെ, ഞാനൊരു അല്ല, യേശുദാസ്. ഈ വീട്ടിലെ യേശുദാസ് മനസ്സിലായി. MG ശ്രീകുമാർ. ആ. മോള് പാടുമല്ലോ. അവള് കിട്ടണം പാട്ട്. ചിത്രയായി. അതെ, നമ്മൾ കൂടുതൽ സംസാരിച്ചിരിക്കണ്ട. നിങ്ങളുടെ ഡെവറി എങ്ങനെയാ? ഡെവറി എങ്ങനെയാണ്? നിങ്ങളുടെ ഡെവറി പറ. ഒന്ന് വന്നേ. എവിടെ പോണു? അല്ല, വിളിച്ച് മുതിർന്നോട് സംസാരിക്കാൻ പോണണ്ട. മാറിയില്ല അങ്ങോട്ട്. ആ നിൽക്കുന്നത് എന്റെ മോനാണ്. അതറിയാം. അല്ലാതെ എന്റെ കൂട്ടുകാരനല്ല. അതും അറിയാം. ഇമാതിരി വർത്താനങ്ങൾ അവൻ കേട്ട് പഠിച്ച് നാട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവന്റെ ഭാവി എന്താവും? എന്തുവാ? ഡവറി. നമ്മൾ തമ്മിൽ സമപ്രായക്കാരാണ്. നമ്മക്കത് പറയാം. എന്ത് ഡവറി? പക്ഷെ വളർന്നു വരുന്ന തലമുറ ഇത് പഠിച്ചാൽ അവിടെ ഭാവി എന്താവും? എന്തുവാന്ന്? ഡവറി. എന്റെ ദൈവമേ. അതുകൊണ്ട് നമ്മൾ ഇത് പഴക്കാനും അടക്കി ഒതുക്കി വെക്കണം. എന്ത് ഡവറി? അച്ഛാ, എന്താണ് ഈ ഡെവറി? അതൊരു മുട്ടായിയാടാ മോനെ. മുട്ടായി. അതെ, അത് ഈ അച്ഛനും മോനും ഈ ഡെവറി എന്താന്ന് വെച്ചാൽ വല്ല അറിയാം? എനിക്കറിയാം. ശ്രീധനം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീധനോ? This is not. This is not, Papa, not Papa. ശ്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. അപ്പൊ എങ്ങനെയാ? പേടിഎം ചെയ്യൂ, പേടിഎം ചെയ്യൂ, പേടിഎം ചെയ്യൂ. നിങ്ങളുടെ അക്കൗണ്ടിൽ 10 രൂപ കയറിയിരിക്കുന്നു. നന്ദിയുണ്ടേ. അതെ, ഈ ചെറുക്കന്റെ ചുറ്റുപാടൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് ചോദിക്കണ്ടേ? ദാ ഈ കാണുന്ന 55 ഏക്കർ. This is English. നോട്ട് പപ്പ. ഈ കാണുന്ന 75 ഏക്കർ തെങ്ങിൻ തോപ്പ്. പപ്പ. മനു, this is നോട്ട് പപ്പ. you, this is. Okay, that is. ഈ കാണുന്ന 8 ഏക്കർ വാഴത്തോപ്പ്. അത് വാഴത്തപ്പല്ലല്ലേ, വീടിന്റെ അകമല്ലേ അത്? ഇതെല്ലാം പള്ളി പറയാം. ഈ കാണുന്ന 1.5 സെന്റിലെ വീട് മാത്രമേ എനിക്കും അവനുമായിട്ട് ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു തേങ്ങ ഇവില്ല. ആ പറമ്പ് മൊത്തം തേങ്ങയുണ്ട്, ബാക്കിയെടുത്തോളൂ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ഇവിടെ ഒരു പഴവും ഇല്ലെന്ന്. പഴമുണ്ട്, ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അത് എടുത്തോണ്ട് വരാം. അത് പറയണ്ടേ, നമ്മൾ അവിടെ കൊടുത്തില്ല. മോളെ, ഞാൻ മുറിച്ചോണ്ട് വന്ന കയറിന്റെ ബാക്കിയില്ല, അത് കട്ടിന്റെ അടി ഇരിപ്പില്ല, എടുത്ത് കയറി തൂങ്ങി ചാടി. അല്ല പിന്നെ ഇവിടെ വരൂ. ഇതാ ഓ ഇംഗ്ലീഷ്. അതെ, അവനില്ലാത്തോണ്ട് ഞാനൊരു കാര്യം പറയാം. പറഞ്ഞു. അവന്റെ അമ്മ മരിച്ചതിന് ശേഷം എന്റെ മോൻ എന്റെ കൂടാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ കല്യാണം കഴിയുമ്പോഴത്തേക്ക് പയ്യനും പെണ്ണും മണിയറയിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്റെ മോനെ സേഫായിട്ട് എവിടെയും കിടത്തണം. അതെന്തിനാ? നിങ്ങൾ മാറി കിടന്നാ പോരെ? ഞാനും പെണ്ണും കൂടെ മണിയറയിലോട്ട് കിടക്കുമല്ലോ. ഞാനും പെണ്ണുവാ. അപ്പൊ എന്റെ മോൻ എവിടെയും സേഫായിട്ട് ആക്കണം. എടാ മുതുകളവാ, നിന്റെ മകന് വേണ്ടി പെണ്ണാലോചിക്കാൻ വന്നാ ഞാനിവിടെ. മുട്ടയെന്ന് വരിയാത്ത എന്റെ ചെറുക്കന് വേണ്ടി പെണ്ണാലോചിക്കാൻ. ആര് പറഞ്ഞു നിന്റെ മോൻ മുട്ടയെന്ന് വിരിഞ്ഞത്? എടാ മുട്ടയും വിരിഞ്ഞ് ആ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തു വന്ന്, അതുകൊണ്ടാണ് അവൻ എന്റെ മോളെ. നീ വന്നപ്പോഴേ എനിക്ക് സംശയമുണ്ട്. കോട്ട് മാത്രം ഇട്ട് പാന്റ് ഇടാതെ വന്നപ്പോഴേ എനിക്ക് സംശയമുണ്ട് നീ നല്ല വരവല്ല ഒന്ന് വന്നത്. നിന്റെ അച്ഛൻ പറഞ്ഞു കേട്ടാ, എന്റെ 18 വയസ്സ് പോലെ തികത്തെ മോളെ കെട്ടിച്ചു കൊടുക്കണം. എന്താണ് പപ്പ ഞാൻ ഈ കേൾക്കണത്? മോനെ മോശം പറഞ്ഞ് ഈ 60-ാം വയസ്സിലല്ലാതെ പിന്നെ എനിക്ക് മംഗല്യ ഭാഗ്യമുള്ളത് 95-ാം വയസ്സിലാണ്. ഇപ്പൊ എന്തിനാണ് ഈ കല്യാണം? ഈ പ്രായത്തിൽ എനിക്ക് ഇത്തിരി ചൂടുവല്ല ആരുണ്ടാക്കി തരുവാടാ? ഈ പ്രായമുള്ളവർക്ക് എല്ലാവരും അടിക്കുന്ന സ്ഥിരം ഡയലോഗാണ്, വയസ്സാം കാലത്ത് ചൂടുവെള്ളം. നിങ്ങൾക്ക് പച്ചവെള്ളം ഇറങ്ങിയല്ല അതിനകത്ത്. പച്ചവെള്ളം കുടിക്കാം. ഈ കോട്ടുകാരാ നീ വന്നപ്പോ എന്റെ മോന്റെ പ്ലേറ്റ് മാറിയുണ്ടാ. ഞാനൊരു കാര്യം പറയാം, ഇനി എന്റെ മോളെ കെട്ടണമെന്നെങ്ങാനും പറഞ്ഞാൽ ഇവന്റെ ചെവിക്കല്ലി കുളിക്കും ഞാൻ. നീ എന്റെ മോനെ നീ വിചാരിച്ചെന്താ ഞാൻ വലിയ പണക്കാരനാ? നീ പണക്കാരൻ.